നമസ്കാരം. ഇന്ന് നമ്മുടെ 1226 എപ്പിസോഡാണ്. ഇന്ന് എനിക്ക് പറയാനുള്ള കുറച്ച് രാഷ്ട്രീയമാണ്. ഞാൻ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ എങ്ങനെ അതിനെ പ്രതികരിച്ചു അതങ്ങനെ തന്നെ നടക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ അസംബ്ലി ഇലക്ഷൻ വരികയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് അഭിപ്രായങ്ങൾ പറയാനുണ്ട്. അത് എൻ്റെ ഓൺലൈൻ ചാനലിൽ തന്നെയാണ് ഞാൻ ഇടുന്നത്. ഷെയർ ചെയ്യുകയും ചെയ്യും, കുറച്ച് പേര് അക്സെപ്റ്റ് ചെയ്യും. ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം UDFക്കാരോടാണ് പറയാനുള്ളത്. എൻ്റെ ഒരു കണക്കൂട്ടലിൽ UDFനൊരു 90 സീറ്റും ഒരു 15 സീറ്റ് BJPക്കും ഒരു 35 സീറ്റ് LDFന് കിട്ടും എന്നായിരുന്നു ഞാൻ കണക്ക് കൂട്ടിയിരുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നില്ല. അതിനകത്ത് വരുന്നവരാണ്. അവിടെ ആർക്കും അറിയാൻ മേലാത്ത കണക്കൂട്ടലുകളെല്ലാം ഞാൻ നടത്തി പറയുമായിരുന്നു അന്നേ. അത് ശബരിമല വിഷയത്തിൽ ഉണ്ടായ വിഷയത്തിൽ പോലും ഞാൻ പറയുമായിരുന്നു. കാരണം അന്ന് തന്നെ അവിടെ ആളുകളെ കയറ്റി ഒരു 4-5 പേരെ കയറിയുള്ളൂ. നല്ല കുടുംബത്തിൽ നിന്ന് ആരും ഇവിടെ കയറിയുമില്ല. അത് വലിയൊരു സമ്മേളനം പോലെ എടുത്ത് നടന്നപ്പോൾ ഒരു ചങ്ങല നടത്തിയപ്പോൾ ചെയ്തതാണ് പരിപാടി. അത് ഇലക്ഷനെ പ്രതിഫലിക്കുകയും ചെയ്തത്. അതുപോലെ ആ ഒരു കണക്കൂട്ടലാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത് 12,000 ചില്ലാനം കോടി രൂപ LDF സർക്കാർ പെൻഷനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ബഡ്ജറ്റിൽ അനങ്ങിയിട്ടില്ല, 2,500 ആക്കിയിട്ടില്ല. ആകെ വാഗ്ദാനം പാലിക്കാനുള്ളത് പെൻഷൻ 2,500 ആക്കാം എന്നുള്ളതാണ് UDFക്കാരോടാണ് പറയുന്നത്. കറക്റ്റായിട്ട് നോക്കിക്കോ, ആ 12,500 കണക്കൂട്ടി നോക്കിക്കോ. ഈ പ്രാവശ്യം 25-ാം തീയതി 2,000 രൂപ വെച്ച് കൊടുക്കും. അപ്പോൾ 2,000 കോടി മാറും. എല്ലാ പെൻഷനും ചിലത് കൂടി ചേർത്ത്. അടുത്ത പ്രാവശ്യം തൊട്ട് ബഡ്ജറ്റിൽ പെടുത്തിയില്ലെങ്കിലും 2,500 രൂപ വെച്ചാക്കും. ആ പെൻഷൻ്റെ 3 മാസം, അതായത് ഇലക്ഷന് മുമ്പ് വരെ ആ കുടിശ്ശിക 2,500 വെച്ച് കുടിശ്ശിക എല്ലാവർക്കും കൂടെ കുടിശ്ശിക തീർക്കും. അതിനുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ മറ്റൊന്നും ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ ഈ ബഡ്ജറ്റിൽ മാറ്റി വെച്ചത്. അത് കണ്ടെത്തി കഴിഞ്ഞു. ഇനി കണ്ടെത്തേണ്ട ആവശ്യമില്ല. അത് എല്ലാം ലിക്വിഡ് ക്യാഷായിട്ട് തന്നെ ഉണ്ട് ഏകദേശം. അതാണ് തന്ത്രം. അതൊന്ന്. 2, നിങ്ങൾ ഈ സതീശൻ എന്നൊരു വ്യക്തിയെ മുൻനിർത്തി നിങ്ങൾ ഇലക്ഷനെ നേരിട്ടാൽ സതീശൻ പറയുന്ന ഓരോ പ്രസംഗങ്ങളിലും ഓരോ വിഡ്ഢിത്തരമുണ്ട്. ഈ സതീശനെ സത്യത്തിൽ സമൂഹത്തിന് ഇഷ്ടമല്ല. കാരണം LDFൻ്റെ അവസ്ഥ പറയുമ്പോൾ അത് മനസ്സിലാവും. LDFന് എന്തുകൊണ്ട് സമൂഹം വെറുക്കുന്നു എന്നുള്ള അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. അന്നേരം ഈ സതീശനെ, കാരണം കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, അവർ വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുക, ഇന്നത്തെ ഡിഗ്രി, അതായത് 25 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇന്ത്യൻ പ്രസിഡൻ്റ് ആരാന്നറിയില്ല. അതാണ് കേരള ഗവർണർ ആരാന്നറിയില്ല. അവർ ഹൈലി എഡ്യൂക്കേറ്റഡാണ്. അവർക്ക് പലരെ അറിയില്ല. അവരുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് പോലും അറിയില്ല. മഹാത്മാഗാന്ധി ആരെന്നറിയില്ല. രാജീവ് ഗാന്ധിയുടെ മുത്തച്ഛനാണ് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞവരുടെ ഇൻ്റർവ്യൂ നമ്മൾ ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കണ്ടോളാം. അത്രയ്ക്ക് നോളജ് കുറവാണ് അവർക്ക് സാങ്കേതികമായിട്ട് അറിയാം, ബുദ്ധി കൂടുതലാണ്. പക്ഷേ അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയില്ല. ഒരു പരക്കുന്ന ഒരു എതിരഭിപ്രായം അത് ബാധിക്കും. അപ്പം ഈ VD സതീശൻ പറയുന്നത് ഒരു യുക്തിയില്ലാത്ത കാര്യങ്ങളാണ്. മാത്രമല്ല, ഈ BD സതീശനെ പോലും വിലയിരുത്തിയിട്ടില്ല. കാരണം ഈ കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം സാധ്യതയില്ലെന്ന്. കാരണം ഈഴവരും നായന്മാരും ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊക്കെ രമേശ് ചെന്നിത്തലയാണ് ഇഷ്ടം. അദ്ദേഹം പറയുന്ന വാക്കുകൾക്കൊരു 40 സീറ്റ് അദ്ദേഹത്തിന് കാണും. ഈ പ്രാവശ്യം 40-30 സീറ്റ് കിട്ടും. അതെല്ലാം ജയിക്കും അവർ. കാരണം അതാണ് അവരുടെ ഒരു സെറ്റപ്പ്. അപ്പം സ്വാഭാവികമായിട്ട് അവർ ജയിച്ച് കഴിയുമ്പോഴത്തേനും അവരൊരു വ്യവസ്ഥ വെക്കും. പിന്നെ ക്രിസ്ത്യാനികൾക്ക് വിരോധമില്ല, അയാളൊരു നായരാണ്, ഈഴവർക്ക് കുഴപ്പമില്ല. പിന്നെ അപ്പം സ്വാഭാവികമായിട്ട് VD സതീശൻ തഴയപ്പെടും. അദ്ദേഹം വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ഒരവസ്ഥ വരും. അദ്ദേഹം പറയുന്ന വിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. രണ്ടാമത് LDFന് പറ്റിയ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു മന്ത്രിസഭയുടെ ഒരു മന്ത്രിയുടെ തെറ്റുകൊണ്ടല്ല LDF താന്നു പോയത്. LDF ആരോഗ്യമേഖല നല്ലത് തന്നെയാണ്. ചുമ്മാ ബാധിക്കാൻ വേണ്ടി അമേരിക്കയിൽ പിണറായി സാറ് പോകുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് അത്ര സീരിയസ് ആണ് അവസ്ഥ. അത് ഇവിടുത്തെ അവസ്ഥ കൊണ്ട് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയല്ല ഒരു ക്യാൻസറിൻ്റെ ഒരു അവസ്ഥ. അതൊന്നും ആർക്കും
പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നില്ല എന്നേ ഉള്ളൂ. അതവിടെ പോയി ജീവിച്ചാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ്. ഇല്ലെങ്കിൽ ഇവിടുത്തെ ചികിത്സ മോശമായതുകൊണ്ടല്ല. ഇവിടെ പക്ഷേ സാധാരണ പനിക്കോ ജലദോഷത്തിനോ മറ്റൊരിതിനോ കിഡ്നി ഓപ്പറേഷനോ അങ്ങനെയൊക്കെ എല്ലാത്തിനും ഈ കേരളത്തിലെ ചികിത്സയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ചികിത്സ. അത് ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ്. സ്കൂളുകളെല്ലാം ഹൈടെക്കാണെന്ന് ഈ ജനങ്ങൾക്കെല്ലാം അറിയാം, കുട്ടികൾക്കറിയാം. പിന്നെ പെൻഷൻ്റെ കാര്യം 2500 ആക്കും, എല്ലാവർക്കും കൊടുക്കുന്നത്. പക്ഷേ ഇതൊന്നുമല്ല. റോഡുകളും എല്ലാം നന്നായിട്ടുണ്ട്. എന്തോരം വി ഡി സതീശൻ കള്ളം പറഞ്ഞാലും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരൊന്ന്. ചുമ്മാ എവിടെയെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ് ഏതെങ്കിലും ഒരു റോഡ് കാണിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എവിടെയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു എന്ന്. അതിന് മന്ത്രിയെ തടയേണ്ട ആവശ്യമൊന്നുമില്ല. മന്ത്രിയെ തടഞ്ഞാൽ അത് പാർട്ടിക്കാർ തന്നെ നോക്കിക്കോളും എന്നറിയാം. അത് പിണറായി സഖാവിന് പോലും ഒരു പോലീസിൻ്റെ ഒന്നും സംരക്ഷണം വേണ്ട. കാരണം അത്ര ഒരു വ്യക്തിയോ 100 വ്യക്തിയോ മരിച്ചാലും ആ പാർട്ടി ഇവിടെ നിലനിൽക്കും. കാരണം അവരുടെ കേഡർ പാർട്ടിയാണത്. BJP ഒക്കെ കേഡർ പാർട്ടിയാണ്. അത് 15 സീറ്റ് ഈ പ്രാവശ്യം എന്ത് വന്നാലും BJP കിട്ടും 10-ന് മേളിൽ. പിന്നെയുള്ള ബാക്കിയുള്ള വീതം വെക്കുക. പക്ഷേ UDF തന്നെ അധികാരത്തിൽ വരും. പക്ഷേ നിങ്ങൾ വിഡ്ഢിത്തരം കാണിക്കാതിരിക്കുക. പക്ഷേ LDFനുണ്ടായെന്ന് പറഞ്ഞാൽ ജില്ലാ തലത്തിലല്ല, സംസ്ഥാന തലത്തിലല്ല, ഈ ഏരിയ കമ്മിറ്റി തൊട്ട് താഴോട്ടുള്ള ഒത്തിരി അഴിമതിക്കാർ വന്നു. ഏരിയ കമ്മിറ്റി തൊട്ട് അഴിമതിക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ അറിയാം. പലരും പോത്തിനെ വിറ്റുകൊണ്ടിരുന്ന പലരും ഇപ്പം കോടീശ്വരന്മാരാണ്. പിന്നെ അതുപോലെയുള്ള ഒത്തിരി ആൾക്കാർ നിലവിൽ പാവങ്ങൾ ഒന്നുമില്ലാതെ സൈക്കിളിൽ നടന്നു പോയിക്കൊണ്ടിരുന്നവരും പല കാറേലും ബെൻസ് കാറിൽ നടക്കുന്ന അവസ്ഥ. അതെല്ലാം ലോക്കൽ തലത്തിൽ ഏരിയ തലത്തിലുണ്ടായി. കാരണം ഇവരൊക്കെ ബസ്സിന് പോയിക്കൊണ്ടിരുന്ന ഒരു കാലം അറിയാം. ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങളൊക്കെ അവരൊക്കെ ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ AC-ന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ പണം ഉണ്ടാക്കുക. പിന്നെ ഗുണ്ടായിസം ഭീകരമായിപ്പോയി. അത് ഭീകരമായി എല്ലാവരും അടിച്ചമർത്താം എന്നുള്ളൊരു ധാരണ വന്നു. തിരിച്ചടി കിട്ടുന്നൊരവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് ഈ സതീശനെ മുന്നിൽ നിർത്തി നിങ്ങൾ രാഷ്ട്രീയത്തിൽ കളിക്കരുത്. നിങ്ങൾക്ക് തോൽവി ഉണ്ടാകും. നിങ്ങളുടെ സീറ്റ് ജയിച്ചാലും ഒരു 10 സീറ്റ് കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിയും. അത് സൂക്ഷിക്കുക. ആ പ്രസംഗങ്ങൾ ഇപ്പോഴും ഞാൻ കേട്ടിട്ടാണ് വരുന്നത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നന്ദി, നമസ്കാരം.